പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൈന പറയുകയാണ്, ഈ മുത്തശ്ശി നന്നായിട്ട് കള്ളം പറയൂ കേട്ടോ. മുത്തശ്ശിന് ഇപ്പോൾ അസുഖമൊന്നുമില്ല. കുറേ കാലമായിട്ട് നമ്മുടെയൊക്കെ ഒരു വേദനയായിരുന്നല്ലോ മുത്തശ്ശൻ്റെ അസുഖം. എന്നാൽ ഇപ്പോൾ മുത്തശ്ശിന് ഒരു അസുഖമില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശിയൊക്കെ അതറിഞ്ഞിട്ട് കുറച്ചായി, എന്നിട്ട് നമ്മളെ പറ്റിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്കും ജലജയ്ക്കും അഭിക്കൊന്നും സന്തോഷമില്ല, ബാക്കി എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട് മുത്തശ്ശൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞതിൽ. അപ്പോൾ മോളോട് ആരാ ഇത് പറഞ്ഞതെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പം നൈന പറയും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാതെ എല്ലാവരോടും പറയല്ലേ വേണ്ടത് മുത്തശ്ശ എന്ന് പറയട്ടോ. മുത്തശ്ശന് എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മുത്തശ്ശന് അസുഖം ഉണ്ടെന്ന് അറിയുമ്പോൾ ഇവിടെ ആരും മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് വഴക്ക് കൂടുകയൊന്നും ചെയ്യില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് ഇദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടല്ലോ, മുത്തശ്ശനും കൂടെ സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ യാദൃശ്ചികമായിട്ട് കേട്ടതാണ് എന്ന് പറയും കേട്ടോ. അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ മുത്തശ്ശി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ശരിയാണോ മുത്തശ്ശ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനിങ്ങനെ ഒരു ഇതിട്ടോ പറയാൻ. അപ്പോൾ അച്ഛൻ്റെ പതർച്ചയെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ദേവയാനി അവിടെ ഉണ്ടായിരുന്ന പൂക്കളൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു തട്ടെടുത്തിട്ട് മുത്തശ്ശൻ്റെ തലയിലേക്ക് ഇങ്ങനെ പൂവൊക്കെ എടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം എറിയുന്നുണ്ട്. പിന്നീട് അനിയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ മുത്തശ്ശനൊരു കള്ളനാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അജയനും ജയനും ഒക്കെ മുത്തശ്ശനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ ഇതേ സമയം മനസ്സിലോർക്കുന്നത് കിളവൻ്റെ ഭരണം ഇപ്പോഴത്തെ തീരുന്ന് വിചാരിച്ചതാണ്, ഇനിയിപ്പോൾ അതിനും രക്ഷയില്ല എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നീട് ചന്തുമോളുടെ ഓണക്കോടിയൊക്കെ റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നൈന. അപ്പോൾ ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിനോട് ചോദിക്കും, മോളുടെ ഓണക്കോടി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനും കൂടെ വന്നിട്ടല്ലേ മോൾക്ക് ഓണക്കോടി എടുത്തത്, പിന്നെ നന്നായിരിക്കില്ലേ എന്ന് ആദർശ് പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിന്ന് തിരുവോണ സദ്യ ഉണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ നൈന മോളോട് പറയുമ്പോൾ, അമ്മേനെ കാണണം എന്ന് പറയട്ടോ. അയ്യോ, അമ്മേനെ കണ്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് നൈന മോളോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മോളുടെ കഴിഞ്ഞ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്തുമോളോട്. അപ്പോൾ ചന്തുമോൾ പറയുകയാണ്, കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് അസുഖമായിരുന്നല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ നൈനയും പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം അനഘയും മോളും ഇങ്ങനെ ദുബായിലായിരുന്നല്ലോ, അപ്പോൾ അവിടെ വെച്ച് അസുഖമായി കാണും, പിന്നീടല്ലേ ഇങ്ങോട്ട് അനഘയും മോളും വന്നതെന്ന് പറയുകയാണ്. എന്തായാലും പിന്നീട് ആദർശം ഇന്ന് ഓണായിട്ട് ഞങ്ങൾ ആണുങ്ങളും അടുക്കളയിലൊക്കെ കയറുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ ഐറ്റം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല പയറ് പായസം അടപ്രഥമനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നൈന കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് രണ്ടും ഞാൻ കഴിക്കില്ല എന്ന്. അപ്പോൾ നിന്നെക്കൊണ്ട് അത് രണ്ടും ഞാൻ കഴിപ്പിക്കുന്നു ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നവ്യനെയാണ് കാണിക്കുന്നത്. നവ്യ അബീൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അബി എന്തോ ലാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് എന്താ ഇത്ര മല മറിക്കുന്ന ജോലി, നീ ഇപ്പോൾ കമ്പനിയിൽ വെറും സ്റ്റാഫ് അല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ ആ കാര്യമൊന്നുമല്ല നോക്കുന്നത്, വേറെ കാര്യങ്ങളാണെന്ന് പറയും കേട്ടോ. പിന്നീട് നൈനി ആദർശേട്ടനൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ട്, അപ്പോൾ നമുക്കും പോകണ്ടേ എന്നൊക്കെയാണ് നവ്യ ചോദിക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഓണക്കോടി കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവമൊക്കെ നിനക്കറിയാലോ, ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആദർശേട്ടനും നൈനിയൊക്കെ അവിടെ ഉണ്ടാവും, അപ്പോൾ പിന്നെ എന്നേക്കാളും പ്രാധാന്യം നിൻ്റെ അച്ഛനും അമ്മയും അവർക്കായിരിക്കും കൊടുക്കുക, അതെനിക്ക് വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകളെപ്പോലെ തന്നെയാണ് നിൻ്റെ അച്ഛനും അമ്മയും, ആദ്യമൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലെനിക്കും വിഷമമുണ്ട് എന്നൊക്കെ നവ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് അറിഞ്ഞു വെച്ച് അങ്ങോട്ട് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അബി പറയുകയാണ് കേട്ടോ. അപ്പോൾ അബി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കനകയും ഗോവിന്ദനും എങ്ങാനും എൻ്റെ വികൃതികളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചന്തുമോളെയും കൊണ്ട് നൈനിയ ആദർശവും അനഘയുടെ അടുത്ത് എത്തിയാണ് കേട്ടോ. അപ്പോൾ മോളാണെങ്കിലും അനഘേനെ കാണുമ്പോൾ ചെന്ന് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയാണെങ്കിലും ചന്തുമോളോട് പറയുകയാണ്, മോളുടെ ഓണക്കോടി നന്നായിട്ടുണ്ടോ എന്ന് ആൻറ്റീനോട് ചോദിക്കുകയെന്ന് പറയും. അപ്പോൾ അനഘേനെ നിൽക്കാനായിട്ട് നോക്കുന്ന ചേച്ചി ചന്തുമോളോട് പറയുന്നുണ്ടായിരുന്നു, മോളുടെ ഓണക്കോടി നന്നായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും വാങ്ങിച്ച് തന്നാണെന്നിങ്ങനെ ചന്തുമോൾ പറയുമ്പോൾ, മോളുടെ അച്ഛനും അമ്മയും എനിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും ഓണക്കോടി ഇന്നലെ കൊണ്ട് തന്നല്ലോ, അതാണ് അമ്മ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്തുമോൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അനഘ ഓണക്കോടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തൊട്ടേ ഇങ്ങനെ അനഘ ഇങ്ങനെ മോളെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്, ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും എന്നൊക്കെ നൈനൊക്കെ വരുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, ഇനി അടുത്ത ഓണത്തിനെങ്കിലും ഇങ്ങനെ അനഘയ്ക്ക് എഴുന്നേറ്റിരിക്കാനെങ്കിലും സാധിക്കട്ടെ, ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ചിലപ്പോൾ മരുന്നിനേക്കാളും ഫലം ചെയ്യുന്നത് ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കും, എന്തായാലും ഞങ്ങൾ പോയി വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ആ ചേച്ചിയാണെങ്കിലും അനഘേനോട് പറയുന്നുണ്ടായിരുന്നു, ചന്തുമോളുടെ കാര്യം ഓർത്ത് ഇനി മോൾക്കൊരു വിഷമവും വേണ്ട, അവരെത്രയും നന്നായിട്ടാണ് മോളെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അനഘയ്ക്ക്. അപ്പം അനഘയ്ക്കാണെങ്കിലും സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. പിന്നീട്
നൈനയും ആദർശും നൈനയുടെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഓണക്കോടി കൊടുക്കാൻ പോയപ്പോൾ അമ്മേനെ കണ്ടു, ഇന്നും മോൾ അമ്മേനെ കണ്ടു അല്ലേ എന്നൊക്കെ ഇങ്ങനെ മോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് കനക ചോദിക്കുകയാണ് മോളുടെ അമ്മയ്ക്ക്. അപ്പോൾ ഒരു മാറ്റം ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നൈനയാണെങ്കിലും എന്നിട്ട് പിന്നെ നന്ദുവിനെ ചോദിക്കുന്നുണ്ടായിരുന്നു SI ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടോ ഓണായിട്ട് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ആരുടെ വിളിയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഇന്നിപ്പോൾ ആരും ശല്യപ്പെടുത്തുമെന്ന് തോന്നില്ല, ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പോഴേക്കും നന്ദു എവിടേക്ക് വരികയാണ് കേട്ടോ. നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആദർശനും നൈനയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് വാങ്ങിച്ച സാരി നന്നായിട്ടുണ്ടല്ലോ, സാധാരണ നിനക്ക് ഞാനല്ലേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തരാറുള്ളത്, അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് ഇത് നിനക്ക് മറ്റാരെങ്കിലും വാങ്ങി തന്നതാണോ എന്ന്. ഇത് നിൻ്റെ മനസ്സറിഞ്ഞ പോലെ എടുത്തായി, നിനക്ക് നല്ല ചേർച്ചയുണ്ട്, ഞാൻ എടുത്താൽ പോലും ഇങ്ങനെ ആവില്ല എന്നൊക്കെ നൈന നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പറയുന്നത് ഇനി നിനക്കിത് മറ്റാരെങ്കിലും വാങ്ങിച്ച് തന്നാണോ എന്ന് ചോദിക്കും. അപ്പോൾ കനകയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ലാന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഇത് അനി നിനക്ക് വാങ്ങിച്ച് തന്നാണോ എന്ന് ചോദിക്കും. അപ്പോൾ നന്ദു ആണെങ്കിലും ഒന്ന് പതറിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അനി ഓണക്കോടിയെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ അപ്പം തന്നെ വിലക്കി, ഇത് അവൻ വാങ്ങിച്ച് തന്നൊന്നല്ല എന്ന് പറയും. എന്തായാലും നീ നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, ഇനിയിപ്പോൾ കല്യാണാലോചനയ്ക്ക് വരുന്ന സമയത്ത് അവർക്ക് നിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണമെങ്കിൽ അതും അയച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാനായിട്ട് ആദർശ്. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഇപ്പോൾ ഏത് സമയവും കല്യാണക്കാരിയാണ് പറയുന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ആദർശേട്ടനും കൂടെ പറയണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നീ നിൽക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയും. അപ്പോൾ നൈനയാണെങ്കിലും നന്ദുവിനെ നിർബന്ധിച്ച് അവിടെ നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആദർശ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഫോട്ടോ എടുക്കല്ലേ, ഞാനും ചന്തമോളും കൂടെ ഇതുവരെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല, ഇപ്പോൾ എന്നെയും മോളെയും കൂടെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അബിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഓണക്കോടിയായിട്ട് വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അവൻ്റെ മുഖത്ത് എറിഞ്ഞു കൊടുക്കാനാണ് തോന്നിയത്. പിന്നെ അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ നവ്യമോളോട് കാരണം ബോധിപ്പിക്കണമല്ലോ, നവ്യ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ അവൾക്ക് കാര്യം അറിയാത്തതുകൊണ്ടല്ലേ. പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അബി ഇങ്ങനെ മോനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ്റെ കർണത്തൊന്ന് കൊടുക്കാനാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് കനക പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആദർശനും നയനയും അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ ചന്തമോളെ കണ്ട് ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളുടെ കറക്കൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മോൾ ഇന്ന് ഡബിൾ ഹാപ്പിയാണെന്ന് നയന പറയുകയും ചെയ്യാണ്. പിന്നീട് ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് തിരുവോണമായിട്ട് കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനൊക്കെ ഇവിടുന്ന് ഊണ് കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദുവിനൊരു ഓണക്കോടി എടുത്തു കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അവളിന്ന് നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആദർശമായിട്ട് അത് കാണിച്ചു കൊടുക്കുമെന്ന് പറയും കേട്ടോ. എന്നിട്ട് നന്ദു സാരിയൊക്കെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ദേവയാനിക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ ഫോണിലേക്കും അതൊന്ന് അയച്ചേക്ക്, ഇനിയിപ്പോൾ വലിയ കല്യാണാലോചനയും വരികയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അനി അവിടെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ ഓർക്കുകയാണ് അത് ഏത് സാരി ആയിരിക്കും, ഞാൻ കൊടുത്ത സാരി ആയിരിക്കുമോ, അതറിയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത സാരി ആയിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദു ആണെങ്കിലും അനി കൊടുത്ത സാരി കൊടുത്താണല്ലോ നിന്നിരുന്നത്, അപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ അത് മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മടക്കിയിട്ട് ആ സാരിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് ഇനി എനിക്കും ഒന്നിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് ആദ്യമായിട്ട് അനി വാങ്ങിച്ചു തന്ന ഓണക്കോടിയാണ്, ഇതെന്നും ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അനീനെയാണ് കാണിക്കുന്നത്. അനി ആദർശിൻ്റെ റൂമിലേക്ക് വന്നാണ് കേട്ടോ. ആദർശിൻ്റെ ഫോൺ നോക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ടേബിളിൽ തന്നെ ഫോൺ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആദർശേട്ടൻ്റെ പിൻ നമ്പർ എനിക്ക് കാണാപ്പാടാണല്ലോ എന്ന് പറഞ്ഞ് പിന്നെ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് അതൊക്കെ തുറന്ന് പിന്നെ നന്ദുവിൻ്റെ ഫോട്ടോസ് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിക്കൊടുത്ത സാരി തന്നെയാണ് അവൾ ഉടുത്തിരിക്കുന്നത്, എന്നിട്ടാണ് എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരാൻ അവൾക്ക് മടി, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ അനിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അനിയാണെങ്കിലും ഫോട്ടോ കിട്ടിയ ഉടനെ തന്നെ അത് നന്ദുവിന് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് വരുന്നത് കാണുമ്പോൾ തന്നെ നന്ദു അത് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫോട്ടോ ആണല്ലോ, അനിയുടെ നമ്പറിൽ നിന്നാണല്ലോ മെസ്സേജ് വന്നത്, ഇത് അവൻ എങ്ങനെ കിട്ടി എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴേക്കും അനിയുടെ കോള് വരും കേട്ടോ. അപ്പോൾ ഫോട്ടോ കണ്ടായിരുന്നോ എന്ന് അനി ആദ്യം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് എവിടുന്ന് ആ ഫോട്ടോ കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയതൊന്നുമല്ല, ഞാൻ എടുത്തതാണ്, അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു സംശയം തോന്നി, അങ്ങനെ എടുത്ത് നോക്കിയതാണ് ആദർശേട്ടൻ്റെ ഫോണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനി ഞാൻ എടുത്ത് തന്ന സാരി ഉടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ അല്ലേ ഉടുത്തതെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് ഓണക്കോടിയാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അപ്പോൾ പിന്നെ എനിക്ക് ഉടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഉടുത്തില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു എന്ന് നന്ദും പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ അത് ഉടുക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ആ സാരി നീ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും, എന്നിട്ട് പിന്നെ അതിലൊരു ഉമ്മയും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ
ഞാൻ എൻ്റെ പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിന് വേറെ ആളെ നോക്കണം എന്ന് നന്ദു പറയൂട്ടെ തിരിച്ച്. അപ്പോൾ ഇപ്പം എന്തായാലും വേറെ ആളില്ല നോക്കാൻ, എൻ്റെ പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നെന്തായാലും എനിക്ക് ഉറപ്പായി ഞാൻ വാങ്ങിച്ചിരുന്നൊന്നും വലിച്ചെറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടുണ്ട് നീ എന്നെ തള്ളിക്കളയില്ല എന്നുള്ളത്. എന്നാൽ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും പിന്നെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.